ഇതാണോ സൂപ്പർ ബിരിയാണി? എന്നിട്ട് രസൂലല്ല അലമ്പ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണല്ലേ? ശത്രുക്കൾക്ക് പോലും ഇതുപോലെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കരുത് കേട്ടോ സോനാരെ. ഇങ്ങനെ വരാത്താണല്ലോ. ഇന്നിവിടെ മേലെ കയറണ്ട. ഞങ്ങളാരും ഇനി മേലെ കയറത്തില്ല. നീ വേണ കേർക്കോ. നിനക്കേതാണ്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള കടയല്ലേ? മാങ്ങ. ആ പുള്ളിയുടെ കാര്യം പറയാം. പറയൊന്നും വേണ്ട, ഒന്ന് കഴിച്ചെണീറ്റ് പോവാ. ഞാൻ പറയും. ഇപ്പൊ വരുണ്ടോ? ഇപ്പൊ വരും. ഫുഡൊക്കെ ഓക്കെ അല്ലേ? വയറിറച്ച് കഴിക്കണം. എന്തുണ്ടെങ്കിലും തുറന്നു പറയണം കേട്ടോ. കഴിച്ചോ. ഇക്ക ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. ബിരിയാണി വന്നലമ്പാണ്. ചിക്കൻ നല്ല ജ്യൂസി ആണല്ലോ. റൈസൊക്കെ വിട്ട് കിടക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? പിന്നെ വായിൽ വെക്കാൻ കൊള്ളൂല. അതെ, ഇവിടുത്തെ ഷെഫ് ലീവാ. അവന്റെ കല്യാണം. പുതിയ പഴവനായിരുന്നു. അടിപൊളിയായിന. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. കേട്ടിക്കോ. നോക്ക് ഷാർക്ക്, നോക്ക് ഷാർക്ക്, നോക്ക്. അതെ പണഞ്ഞു നോക്കണ്. അത് ഷാർക്കല്ല, ഡോൾഫിനാണ്. അത് ഡോൾഫിനൊന്നല്ല. നമുക്കൊരു കാര്യം അറിയാം, ഈ ഡോൾഫിൻസ് ഒക്കെ ഇല്ലേ മാമസ് ആണ്, ഫിഷ് അല്ല. ആ തുടങ്ങിയല്ലോ ബാലനമ്മ ഡൈജസ്റ്റ്. നീ തന്നെ ചുമ്മാ ഹോട്ടലിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോയെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. കാശ് കൊടുത്തിട്ടല്ലേ ഊള ഫുഡ്. മര്യാദ ഞാൻ പറഞ്ഞ ഹോട്ടലിൽ എങ്ങനെ കയറിയാൽ മതി. അവിടെ കയറുന്നെങ്കിൽ മൂന്നാളെ ബാത്റൂമിൽ തന്നെ അവിടെ ഉറങ്ങേണ്ട വന്നെ. ഓ, ഇതിന്റെ കേസ് അറിയാം. ബാത്റൂമിൽ നടക്കണോ അതോ ഇവിടെ കൊണ്ട് വന്നാലതാണ്. ഇത്ര നാള് നല്ല ഫുഡ് കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ ഊള ഫുഡ് മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അല്ല ഇപ്പൊ അത് ദഹിക്കാറായില്ലേ, പിന്നെ എന്തിനാ പറഞ്ഞോണ്ട് നടക്കണത്? നടക്കങ്ങട്ട്. താനെന്ത് പരിപാടിയാണ് കാണിക്കണത്? അല്ല സോറി, കണ്ടില്ല. കണ്ടില്ലെന്നാ? താനെന്താ മാത്ത് നോക്കി കിടക്കാരുന്നാ? സത്യമായിട്ടും കണ്ടില്ല, സോറി. അല്ലടാ, ഇത് മറസര നമ്പരാന്ന് തോന്നുന്നു. പെമ്പിള്ളാറെ മേത്തടിച്ചിട്ട് കണ്ടില്ലെന്ന് പറയാം. സ്ഥിരം നമ്പറാ. അയ്യേ, പറഞ്ഞു പറഞ്ഞ കയറി പോണേയുള്ള. നീ എന്താ എന്റെ കയ്യെ പിടിച്ച് കളിക്കുന്നത്? എന്റെ കയ്യിൽ എന്തെങ്കിലും തന്നേപ്പിച്ചിട്ടുണ്ടോ? അറിയാണ്ട് ഇടിച്ചാണ് ആൾക്കാർ നോക്കുന്നത്. ശരണ്യ, നീ ഓരോന്നും അറിയാണ്ട് പറയരുതട്ടാ. മോളെ, നിങ്ങൾ ഞങ്ങൾ തന്നെ കണ്ടായിരുന്ന? ഞങ്ങൾ അറിയാണ്ട് ഇടിച്ചല്ലേ? അത് ഈ കൊച്ചിനെന്ന് പറഞ്ഞ മനസ്സിലാക്കി കൊടുക്ക്. ഈ കൊച്ചിന് ബുദ്ധിയുണ്ട്. തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷൻ അങ്കൾ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. ബുദ്ധിയില്ലേ? വഴി കിടന്ന് തല്ലു പിടിക്കാനായിട്ട്. എന്ത് പോവാൻ നോക്കുവല്ലോ പെണയില് കിടന്നിട്ട്. എന്താടി പോണോന്നോ? എടി, നീ ചേട്ടനായാലും മീനെ ശ്രദ്ധിച്ചായിരുന്ന? നമ്മളതിനെവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോറിയടി, നീ വേറെ മൂഡിലായിരുന്നല്ലേ. റൂമിലെത്തട്ടെ, നിന്റെ സകല സംശയം ഞാൻ തീർത്തരാം. അവന്മാര് വെച്ചപ്പോ ഇവള് കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുത്തണ്ടാ. എന്നാ പിന്നെ ഫോൺ നമ്പരോട് കൊടുക്കാറുന്നല്ലോ എനിക്ക്. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. എന്തിടിയായിരുന്നു എന്റെ കൈ പറഞ്ഞു പോവാന്. അത്രക്കൊന്നും ഇല്ല, നീ ചുമ്മാ ഓവറാക്കിയതാണ്. നീ വേണ്ടരുത്. അവിടെ ഒരു വലിയ കലാപം നടന്നിട്ട്. കലാപല്ല, നീതി. അത് കണ്ടിട്ട് വടി വിഴുങ്ങിയ പോലെ നിക്കാണ് എല്ലാരും. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡ് ആണെന്ന്. ബോൾഡ് അല്ല, ബോൾട്ടാണ്. ബോൾട്ട്. ചേട്ടൻ ഒന്ന് നേരെ ഓടിക്കോ. ഇപ്പൊ വല്യപ്പൻ എന്റെ മടിയിൽ നിന്നാണ്.